ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോറി, എൻ്റെ തൊണ്ട കുറച്ച് തൊണ്ടടപ്പായിട്ട് ചുമയൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ശബ്ദത്തിന് കുറച്ച് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചില സമയത്ത് ഭയങ്കര വേരിയേഷൻസ് തോന്നിയേക്കാം, ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ. സോ പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് വേണ്ട ആൾക്കാർ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് വോയിസ് മെസ്സേജ് അയക്കുക. ഓക്കെ, ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ അയക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വ്യക്തമായി ഒരു കാര്യവും സംസാരിക്കാത്തത്. നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ക്ലാരിറ്റി ഉണ്ടാകുമോ? അതായത് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രണയബന്ധത്തിൽ വ്യക്തതയുണ്ടാകുമോ, ക്ലാരിറ്റി ഉണ്ടാവുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്നും വെച്ചിരിക്കുന്നത് പോലെ രണ്ട് പയൽസ് ആണ് വെച്ചിട്ടുള്ളത്. ദിസ് വൺ ഇസ് ദ ഫസ്റ്റ് പയൽ, ദ പ്ലഷർ ആണ്. പ്ലഷർ മീൻസ് വളരെ ഒരു സൂപ്പർബായിട്ട്, വളരെ ഒരു കാമായിട്ട് നിൽക്കുന്ന ഒരു എനർജിയെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. ഒരു ബ്യൂട്ടിഫുൾ സീനറി, നേച്ചർ ആൻഡ് ഓൾസോ ദ ഹാഫ് മൂൺ, പിന്നെ ഒരു മാൻ നിൽക്കുന്നുണ്ട്, ആൻഡ് ഓൾസോ ദ ബ്യൂട്ടിഫുൾ യെല്ലോ ഫ്ലവേഴ്സ്. ഓക്കെ, ആൻഡ് ഓൾസോ സോ മെനി സ്റ്റാർസ് ആർ ദർ, ലൈക്ക് എ സ്മോൾ ഫോറസ്റ്റ്. ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു കാമിങ് എഫക്റ്റ് ഉള്ള ഒരു കാർഡ്. ആൻഡ് ഓൾസോ വി ക്യാൻ സീ ദ നെക്സ്റ്റ് കാർഡ്. നെക്സ്റ്റ് പൈൽ ഇസ് ദ ഇന്നർ പീസ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ അക്വാറ്റിക് ആനിമൽസ്. ഓക്കെ, മീനുകളെയാണ് കാണിച്ചിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ പിങ്ക് ഫ്ലവേഴ്സ് ആൻഡ് ഓൾസോ ഒരു സീ, ദ ഡീപ്പ് സീയിൽ കാണുന്ന ഒരു സീനറി. ഓക്കെ, ഇതാണ് നമുക്ക് സെക്കൻഡ് പയലായിട്ട് വെച്ചിട്ടുള്ളത്. സോറി. സോ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളം എൻ്റെ മൂന്നാമത്തെ ചാനലാണ്. മൂന്നാമത്തെ ചാനലിൽ ഇത്തിരി മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കാം. ഓക്കെ, സോ നമുക്കപ്പോൾ ഫസ്റ്റ് പയലിലേക്ക് പോകാം. ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വ്യക്തമായി ഒരു കാര്യവും സംസാരിക്കാത്തത്? നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ക്ലാരിറ്റി ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് പയൽ, പ്ലഷർ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പയൽ ദിസ് പ്ലഷർ കാർഡ്. ഓക്കെ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പോസിറ്റീവ് എനർജീനെ സൂചിപ്പിക്കുന്ന ഈ ഒരു കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ സ്പ്രെഡാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 8 കാർഡ് റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, 8 കാർഡ് വെച്ചിട്ടാണ്. സോ ഹിയർ വി ഗോ ഫോർ ദ ഫസ്റ്റ് കാർഡ്. ഇറ്റ് ഈസ് ദ മജീഷ്യൻ കാർഡ്. അതായത് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന്, നമ്മളുടെ ടോപ്പിക് എന്താണ്? ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വ്യക്തമായിട്ടൊരു കാര്യവും സംസാരിക്കാത്തത്? നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ക്ലാരിറ്റി ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഓഫ് കോഴ്സ്, ഒബ്വിയസ്ലി, ഡെഫിനറ്റ്ലി ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഉറപ്പായിട്ടും ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഉറപ്പായിട്ടും ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് നമ്മളെപ്പോഴും സന്തോഷമായിട്ട് പോകുന്ന പോലെ ഒരു കൂളായിട്ടുള്ള ഒരു പ്രണയബന്ധമല്ല, അല്ലെങ്കിൽ ഒരു 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 പ്രണയമായിട്ടല്ല നിങ്ങൾ നിങ്ങളുടെ പേഴ്സണായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ മേ ബി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കാം, പക്ഷെ അകത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് വിള്ളലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു കാര്യവും നിങ്ങളുടെ അടുത്ത് വെട്ടിത്തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരുപാട് ഒരു ഇരുട്ടേറിയ ചിന്തകൾ, അല്ലെങ്കിൽ ഒരുപാട് ഡാർക്ക്നെസ്, നമ്മൾ പറയില്ലേ കൂരിരുട്ട് എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ അതിന് വില്ലിങ് ആകുന്നില്ല. സോ വി ഗോട്ട് ദ ഫസ്റ്റ് കാർഡ് ഇസ് ദ മജീഷ്യൻ കാർഡ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാനുള്ള ഡിസ്ട്രാക്ഷൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത്, ഓക്കെ, അതായത് ഈ പേഴ്സണായിട്ടുള്ള പ്രണയബന്ധം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് എന്താണ്? ഓക്കെ, ഐ മീൻ എന്താ പറയുക, തടഞ്ഞു നിർത്തുന്നത് എന്താണ്? അല്ലെങ്കിൽ
അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങൾ ടാരറ്റ് റീഡിങ്സും അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പ്രയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ടാകാം. അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ, ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടെ യൂണിവേഴ്സായിട്ട് അടുത്ത് നിൽക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് സ്പിരിറ്റ് ഗൈഡ്സ്, ഓക്കെ, നിങ്ങൾ മേ ബി ഏഞ്ചൽസിനോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. അത് കറക്റ്റ് ആയിട്ടുള്ള ഏഞ്ചൽസ് ഏതാണോ അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിനോട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം ഹെൽപ്പിന് വേണ്ടിയിട്ട്. സോ അതുപോലെ തന്നെ അവർ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നതായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥന തുടങ്ങിയപ്പം അല്ലെങ്കിൽ നിങ്ങൾ അഫർമേഷൻസ്, മന്ത്രാസ്, മാനിഫെസ്റ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്ത് തുടങ്ങി. മേ ബി അത് 1 വർഷം 2 വർഷമൊക്കെ ആയിട്ടുണ്ടാകണം നിങ്ങളത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ സൈക്കിക് എബിലിറ്റിയും അതുപോലെ തന്നെ ഇൻഡ്യൂട്ടീവ് പവറും അതുപോലെ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ഊർജങ്ങൾ, ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള എനർജീസ്, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഒരുപാട് നിഗൂഢതകൾ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നാണ് നമുക്ക് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഫസ്റ്റ് കാർഡും കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. സോ ഈ പേഴ്സൺ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യൂണിവേഴ്സായിട്ടും അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ അവിടെ ഈ പേഴ്സൺ അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ഈ പേഴ്സൺ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി സ്പിരിച്വലി കണക്റ്റഡ് ആകേണ്ട ആവശ്യകതയുണ്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇവിടെ മാസ്കുലൈൻ എനർജി, അതായത് പുരുഷന്റെ എനർജി വളരെയധികം അകന്നാണ് നിൽക്കുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഈ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ പോലും, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ പേഴ്സൺ, അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പക്ഷേ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് മര്യാദക്ക് പ്രണയിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തത്, ഈ ഒരു പ്രണയ ജീവിതത്തിൽ നിന്നും എന്തുകൊണ്ടാണ് സന്തോഷം ലഭിക്കാത്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളോ ചിന്തകളോ ഒന്നും തന്നെ നിങ്ങളുടെ വ്യക്തിക്കില്ല. ബിക്കോസ് ഈ വ്യക്തി ചിന്തിക്കുന്ന കാര്യത്തിൽ 0% ആണ് കാണിക്കുന്നത്. കാരണം ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കെങ്കിലും ഒരു ഉത്തരം തരണ്ടേ, അത് ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല. ഒരു ഡെത്ത് സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഡെത്ത് എന്ന് പറയുമ്പോൾ അത് ഫിസിക്കൽ പരമായിട്ടുള്ളതല്ല, എനർജി പരമായിട്ട്. ബിക്കോസ് ഈ പേഴ്സന്റെ എനർജി നല്ല രീതിയിൽ ഡ്രെയിൻ ആയി പോകുന്നുണ്ട്, അതായത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, ചോർന്നു പോകുക എന്ന് പറയില്ലേ, ആ ഒരു രീതി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അത് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ ബാധിക്കുന്നതായിട്ടാണ്, നെഗറ്റീവായിട്ട്, നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ നിങ്ങളുടെ പേഴ്സണായിട്ട് ഒരു കംപ്ലീഷനിലേക്ക് എത്താനോ നല്ല രീതിയിൽ ഒരു ഫ്ലോവിലൂടെ അല്ലെങ്കിൽ നല്ലൊരു സന്തോഷകരമായിട്ടുള്ള രീതിയിൽ പ്രണയം മുന്നോട്ട് നയിച്ച് കൊണ്ടുപോകാനോ ഈ പേഴ്സണെ കൊണ്ട് ഇപ്പോൾ സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ ലിറ്റിൽ ബിറ്റ് ഓഫ് ബ്ലാക്ക് മാജിക് എഫക്റ്റ് നമുക്ക് മസ്റ്റായിട്ടും കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൂടോത്ര സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ എതിരായിട്ടുള്ള ബ്ലാക്ക് സ്പെൽസ്, എതിരായിട്ട് ഈ വ്യക്തിക്ക് എതിരായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എനർജീനെ കട്ട് ഓഫ് ചെയ്യുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ഇവിടെ എല്ലാവർക്കും അല്ല, ഇറ്റ്സ് എ ജനറൽ റീഡിങ്, പക്ഷെ എങ്കിൽ പോലും ഇത് ഒരു പരിധി വരെ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ബ്രേക്കേജസ് സംഭവിക്കുന്നതായിട്ടും നമുക്കിവിടെ ഈ ഒരു റീഡിങ് കൊണ്ട് വ്യക്തമാകുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്താണ്, എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ പ്രണയബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി ഫോക്കസ് ചെയ്യേണ്ടത്. ഇറ്റ്സ് ഓൾ അബൌട്ട് നിങ്ങളുടെ പേഴ്സണെ ക്ഷമയോടെ തന്നെ കൈകാര്യം ചെയ്യുക. ബിക്കോസ് പേഷ്യൻസ് കാർഡാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരം നെഗറ്റീവ് എനർജീസിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നല്ല രീതിയിൽ റിലീസായി പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രെയിൻ ആയി പോകുന്നുണ്ട്, അതായത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വ്യക്തിയുടെ വൈബ്രേഷൻ ഹൈ വൈബ്രേഷനിൽ നിന്നും ലോ വൈബ്രേഷനിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ വ്യക്തിക്ക് സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് നിങ്ങളെയും അതുപോലെ തന്നെ ഈ വ്യക്തിയെയും നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ഈ ഒരു ബന്ധത്തിനെയും കൂടിയാണ്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴോ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ടാകാം. ഐ മീൻ ചിലപ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫാമിലി ഉണ്ടാകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ലവേഴ്സ് ആയിരിക്കാം. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഏത് റിലേഷൻഷിപ്പ് ആയാലും ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഐ മീൻ നിങ്ങളുടെ അടുത്ത് ഒരു നെഗറ്റീവ് വൈബ്രേഷൻസിലൂടെ ഈ പേഴ്സൺ പോകുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ ഈ പേഴ്സണായിട്ട് സംസാരിച്ച് കൺവിൻസിങ് ചെയ്യിപ്പിക്കാനായിട്ട് പലതവണ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷെ ഈ പേഴ്സൺ അതിന് തയ്യാറാകുന്നില്ല. ഈ പേഴ്സന്റെ തെറ്റുകുറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല. ബിക്കോസ് അവനവൻ്റെ തെറ്റുകുറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണല്ലോ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. സോ അത് ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ക്ഷമ വേണം എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഇതിൽ നമുക്ക് പാസ്റ്റായിട്ട് നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യം നോക്കുകയാണെങ്കിൽ റിലീസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഹിയർ വി ഗോട്ട് ദ തേർഡ് കാർഡ് ഈസ് 2 ഓഫ് എയർ ആണ്. 2 ഓഫ് എയർ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ലെറ്റ് ഗോ സിറ്റുവേഷൻ. അതായത് നിങ്ങളുടെ റിലേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പണ്ടത്തെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ പണ്ടത്തെ ജീവിതത്തിൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത മാനസികമായിട്ടുള്ള ഒരുപാട് ട്രോമാസ് നിങ്ങൾക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ അത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. അത് മേ ബി ഈ വ്യക്തിയുടെ പാരൻസ് മേ ബി സെപ്പറേറ്റഡ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് സെപ്പറേറ്റഡ് ആണോ, സംതിങ് എന്തോ നിങ്ങളുടെ പാരൻസിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള അക്സെപ്റ്റബിൾ അല്ലാത്ത ഒട്ടും അംഗീകരിക്കാനാവാത്ത തരത്തിലുള്ള മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കോ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഒരു 3/4 ഭാഗവും നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. മേ ബി അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ നിങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ള, അതായത് നിങ്ങൾ ഒട്ടും സ്നേഹിക്കുന്നില്ല, നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ സഹോദരിമാരോ ഓക്കെ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നാണ് ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് എനർജീസ് നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. സോ അതിലൂടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വാശി, ദേഷ്യം, ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ആയിരിക്കില്ല, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആയിരിക്കാം. ഓക്കെ, ബിക്കോസ് അങ്ങനെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ്, അതായത് നിങ്ങളുടെ പണ്ടത്തെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലം, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കാനോ ഓർക്കാനോ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് അത് നിങ്ങൾ പണ്ടേ തന്നെ നിങ്ങളത് ഡിലീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ബിക്കോസ് അത്രയും മോശപ്പെട്ടിട്ടുള്ള ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തിക്കോ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ ഓക്കെ അതുകൊണ്ട് തന്നെ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ 3 ഓഫ് ഫയർ ആണ്. അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതോടുകൂടിയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ ലൈഫിലേക്ക് വന്നതോടുകൂടിയോ ഈ പേഴ്സണ് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിംഗ് എനർജി ആയിട്ട് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബിക്കോസ് ഹിയർ വി ക്യാൻ സീ വൺ ലേഡി ഈസ് ട്രാവലിംഗ്. ഒരു ട്രാവലിംഗ് ഒരു എനർജിയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ. ട്രാവലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും യാത്രേനെ തന്നെയല്ല സൂചിപ്പിക്കുന്നത്, ഒരു ട്രാവലിംഗ് എനർജി, ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് പോകുന്ന ഒരു എനർജി. അത് ഈ പേഴ്സണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ആ ഒരു ഐശ്വര്യപ്രകാരം, അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരുപാട് എനർജി, നല്ലൊരു എനർജി, ലക്കി ആയിട്ടുള്ള ഒരു എനർജിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കാരണം ഈ പേഴ്സൺ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ലഭിച്ചതായിട്ടും ഈ പേഴ്സൻ്റെ മനസ്സിലെ ഇന്നർ ക്വാളിറ്റീസ് അത് നല്ല രീതിയിൽ വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാനായിട്ടും ഈ വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട്.
ഓക്കെ, അതായത് ഈ പേഴ്സൺ ഇപ്പോൾ പണ്ടുണ്ടായിരുന്നത്, അതായത് നിങ്ങൾ വരുന്നതിന് മുൻപ് മേ ബി ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കണം, ആളുകളോട് അധികം സംസാരിക്കില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പിടികിട്ടാത്ത രീതിയിലുള്ള ക്യാരക്ടർ, ഒട്ടും കോൺഫിഡൻ്റ് അല്ലാത്ത വ്യക്തി, അതുപോലെ എപ്പോഴും ഇരുട്ടിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൺ, മുറിയിൽ ഒറ്റയ്ക്കിരിക്കുക, ജീവിതത്തിൽ ഒറ്റയ്ക്കിരിക്കുക, അത്തരത്തിലുള്ളൊരു പേഴ്സൺ അതായിരുന്നായിരിക്കണം. പക്ഷെ ആ ഒരു തലത്തിൽ നിന്നും നിങ്ങളുടെ വരവോട് കൂടി ഈ പേഴ്സൺ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ സ്കിപ്പ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ രണ്ടുപേരും കൂടെ സംതിങ് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് മീൻസ് ഒരുപാട് എന്താ പറയാ, അത് ഒരുപാട് ഐ മീൻ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ രണ്ടുപേരും കൂടി കൂടിച്ചേർന്നിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾക്ക് രണ്ടുപേർക്കും അറ്റ് ദ സെയിം ടൈം ഒരു ഒരു ബ്യൂട്ടിഫുൾ മെമ്മറീസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതും കൂടെ നമുക്കിവിടെ പറയാനായിട്ടുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ മേ ബി ബിക്കോസ് നമ്മൾക്കിവിടെ എല്ലാ സൈനും വന്നിട്ടുണ്ട്, എർത്ത് സൈൻ, ഫയർ, എയർ ആൻഡ് ഓൾസോ ദ വാട്ടർ സൈൻ. ബിക്കോസ് എല്ലാ സോഡിയക് സൈനുകാരും ഇവിടെ ഉണ്ട്, എല്ലാവരുടെയും എനർജി നമ്മൾക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളായിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഈ വ്യക്തി ഒരിക്കലും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മറക്കുകയില്ല. ദിസ് ഇസ് ബിക്കോസ് ഈ പേഴ്സൻ്റെ ലൈഫിൽ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റാത്ത, ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്ത, അല്ലെങ്കിൽ മറന്ന് കളയാൻ പറ്റാത്തതോ ആയിട്ടുള്ള ഒരു അപൂർവ നിമിഷങ്ങളാണ് നിങ്ങളായിട്ട് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ എന്ന് പറയുന്നത് സ്പെഷ്യലാണ്. ആൻഡ് ഓൾസോ നമ്മൾക്ക് വികസിപ്പിച്ചെടുക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ് ചെയ്തെടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഏസ് ഓഫ് എയർ ആണ്. ബിക്കോസ് ഈ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് ഈ പേഴ്സൻ്റെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ എനർജീസ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ അവിടെ എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ എനർജീസ് ഇംബാലൻസ് ആണ് കാണിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരുപക്ഷെ സ്പിരിച്വലി അവേക്കനിങ് ആയിക്കൊണ്ടിരിക്കുന്നു, സോൾമേറ്റ് ജേണി ആണെങ്കിൽ അത് മനസ്സിലാകുന്നു, ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ അത് നിങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി, ആ പേഴ്സൺ കംപ്ലീറ്റ്ലി ഒരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ പോകുന്ന ഒരു പേഴ്സണാണ്. സോ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ പേഴ്സൺ ഡീപ്പായിട്ട് ഇറങ്ങണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ ഈ പേഴ്സൺ ഒരു മെഡിറ്റേഷൻ എങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് സ്പിരിച്വലി കണക്റ്റഡ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ഇതുകൊണ്ട് വ്യക്തമാക്കുന്നത്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് നിങ്ങൾ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ പേഴ്സണെ വെച്ചിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഈ പേഴ്സൻ്റെ ഫോട്ടോ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ പേഴ്സണെയും കൂടി മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഈ പേഴ്സണെയും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള പ്രാർത്ഥനകളോ മന്ത്രങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടതായിട്ട് വരും. ബിക്കോസ് എന്നാൽ മാത്രമാണ് ഈ പേഴ്സൻ്റെ എനർജിയും കൂടെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് കമ്പൈൻഡ് ആവുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഒരു എന്താ പറയുക, അവിടെ ഒരു കോമ്പിനേഷൻ വരത്തുള്ളൂ. സോ ഈ പേഴ്സൺ ഇപ്പോഴും കുറേ ഒരു കാർമിക് സൈക്കിൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള നെഗറ്റിവിറ്റിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളായിട്ട് ഈ പേഴ്സൺ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷനിൽ വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള എനർജി വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അത് ഈ പേഴ്സണെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുമുണ്ട് എന്നുള്ളതും കൂടി വ്യക്തമാക്കുകയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾ എന്ന് പറയുന്നത് മാക്സിമം പോസിറ്റീവ് ആകാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് നമ്മൾക്ക് 3 ഓഫ് വാട്ടർ ആണ് കിട്ടിയിരിക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സെലിബ്രേഷൻ. ഈ പേഴ്സണ് നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോഴോ കോൾ ചെയ്യുമ്പോഴോ മറുപടി കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഡോണ്ട് ബിക്കം അഫ്രെയ്ഡ്, പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നോ നീഡ് ടു വറി, ഭയപ്പെടേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് സെലിബ്രേഷൻസ്, ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ടെമ്പിൾ ഫെസ്റ്റിവൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതായിട്ട് മുന്നോട്ട് പോവുക. മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സോൾ എക്സ്പാൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
അതായത് നിങ്ങളുടെ മനസ്സ് അത്രത്തോളം പ്യുവറായിട്ട് വെക്കുക, അത്രത്തോളം ഫ്രീഡത്തോടെ വെക്കുക. അപ്പോഴാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ് അട്രാക്റ്റഡ് ആവുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ ആ പേഴ്സന്റെ പുറകെ പോകുമ്പം അതത്ര ഗ്രേസ്ഫുൾ ആവില്ല, അല്ലെങ്കിൽ അതത്ര ഒരു സപ്പോർട്ടീവ് ആകില്ല. ഈ പേഴ്സൺ റൺ ആയിക്കൊണ്ടിരിക്കും, നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുന്നതും ഇറ്റ്സ് ഓൾ അബൌട്ട് ദ 7 ഓഫ് എർത്ത് ആണ്. ബിക്കോസ് നമ്മൾക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ആനിമലിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ദ എർത്ത് എനർജി. ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മേ ബി ഒരു ടോറസ്, വിർഗോ അല്ലെങ്കിൽ കാപ്രിക്കോൺ ആയിരിക്കണം. ബിക്കോസ് നിങ്ങളുടെ ക്ഷമ എന്ന് പറയുന്നത് അത്രയും വലുതാണ്, അത്രയും ക്ഷമയുള്ള ആൾക്കാരാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥനകൾ ചെയ്തിട്ടുണ്ട്, അതിന് നിങ്ങൾക്ക് ഗുണവും ലഭിച്ചിട്ടുണ്ട്, അതായത് റിസൾട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് കൂടുതലും നമുക്കിവിടെ പെൻഡക്കിൾസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികമായിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ലഭിച്ചിരിക്കുന്നത് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളിലാണ്. മേ ബി നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റി ആയിരിക്കാം, നിങ്ങൾ ഒരുപാട് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഓക്കെ. സോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ആ ഒരു സോൾ ഫ്ലെയിം എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ ആ ഒരു പ്യോർ സോൾ, ആ ഒരു സോളിൻ്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല. നിങ്ങൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള സ്ത്രീയോ പുരുഷനോ തന്നെയാണ്. അത് നിങ്ങൾക്ക് സംശയം വേണ്ട, നിങ്ങൾ അത്രയും പവർഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഈ പേഴ്സണെയും കൂടി കുറച്ചും കൂടി കൂടുതൽ, അതായത് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ പവർഫുള്ളൊക്കെ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സ്നേഹത്തോടെ വരാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ നല്ല രീതിയിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ട്, വിഷമം വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, എനിക്ക് സാമ്പത്തികമായിട്ട് ഭദ്രതയുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്, പക്ഷെ എൻ്റെ പ്രണയ ജീവിതം മാത്രം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ എനിക്ക് ഇമ്പോർട്ടൻസ് തരുന്നില്ല. സോ ആ ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ തളർന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ. സോ അങ്ങനെ തളർന്നു പോകരുത്. ബിക്കോസ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാ പ്രോബ്ലംസും മാറിക്കിട്ടും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾ പറയാം, ഏഞ്ചൽസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെ പേഴ്സണെയും സപ്പോർട്ട് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം, ഗൈഡ് ചെയ്യണം എന്ന് പറയുക. ഓക്കെ. ബിക്കോസ് ഈ പേഴ്സണും കൂടെ ഇത്തരത്തിലുള്ള സ്പിരിച്വൽ ഹെൽപ്പ് കിട്ടിയാൽ മാത്രമാണ് ഈ പേഴ്സൺ നിങ്ങളായിട്ട് കണക്റ്റഡ് ആകാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു വ്യക്തി പൂർണ്ണമായിട്ടും സ്പിരിച്വലി ഒരു ഡിവൈൻ ആയി മാറി മറ്റേ വ്യക്തി ഒരു കർമ്മത്തിൽ തന്നെ കിടക്കുക, അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര വെളിച്ചത്തിലും ഒരാൾ ഭയങ്കര കൂരിരുട്ടിലും കിടന്നു കഴിഞ്ഞാൽ അതത്ര പോസിബിൾ ആകില്ല. സോ യു ഷുഡ് ഹെൽപ്പ് യുവർ പേഴ്സൺ ഓൾസോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യണം. ദെൻ ഓൺലി അവിടെ ഒരു ലിങ്കേജ് നമ്മൾക്ക് വരത്തുള്ളൂ. ആൻഡ് ഓൾസോ ദ ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നതും ദ വേൾഡ് കാർഡാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ക്ലാരിറ്റി ആൻഡ് ഓൾസോ ദ സക്സസ്, ദ ഡിവൈൻ പാർട്ട്ണർഷിപ്പ് ആൻഡ് ഓൾസോ ദ സോൾമേറ്റ് ജേർണി. സോൾമേറ്റ് കണക്ഷൻ ആയിട്ടാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് സ്പ്രെഡ് എന്ന് പറയുന്നത്. സോ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ, ഓക്കെ, എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു യെസ് ദ സെക്കൻഡ് പൈൽ ദിസ് ഇന്നർ പീസ് കാർഡ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം. ഹിയർ ദീസ് ആർ ദ സ്പ്രെഡ് ദാറ്റ് വി ഗോട്ട് ഫോർ ദിസ് സെക്കൻഡ് പൈൽ റീഡിംഗ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വ്യക്തത തരുമോ, ഐ മീൻ ക്ലാരിറ്റി തരുമോ? ഓക്കെ. ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത്? ബിക്കോസ് ഹിയർ വി ഗോ, ദിസ് ഇസ് ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട്, ദ മെസ്സഞ്ചർ ഓഫ് ഫയർ. ആൻഡ്
ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഡിസ്ട്രാക്ഷൻ, അല്ലെങ്കിൽ ഒരു ബിഗ്ഗസ്റ്റ് ഫിയറിനെയാണ് അവിടുത്തെ സൂചിപ്പിക്കുന്നത്. ബിക്കോസ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും മിസ്ഡയറക്റ്റ് ആയിട്ട് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. മിസ്ഡയറക്റ്റ് ആയിട്ട് പോവാന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഒരു സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത നിങ്ങളുടെ കാര്യത്തിൽ ഇറ്റ്സ് എ ജനറൽ റീഡിങ്, പക്ഷെങ്കിൽ പോലും വി ക്യാൻ സേ ദാറ്റ് ഒരു 100% ഒരു 80-85% ഓഫ് ആൾക്കാർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അതൊരു ഫിനാൻഷ്യൽ പരമായിട്ടുള്ള രീതിയല്ല, ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് മേ ബി ഈ പേഴ്സൻ്റെ എക്സ് ബാക്ക് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് ബാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ സംതിങ് ഈ പേഴ്സന് വേറെ പ്രപ്പോസൽസ് വന്നിട്ട് അത് സ്റ്റക്കായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളെയും സ്റ്റക്കാക്കി വെക്കുക. ഐ മീൻ ഈ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഗതികേട് പ്രകാരം ചിലപ്പോൾ മേ ബി ഈ പേഴ്സൺ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ബിക്കോസ് നിങ്ങൾ മേ ബി ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടാകണം, ഈ പേഴ്സണെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിൽ നിങ്ങൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടാകണം, പണ്ടും വർക്ക് ചെയ്തിട്ടുണ്ടാകണം, ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടാകണം. ബട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഒരു കണക്ഷൻ പ്രകാരം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഒരു മിസ്ഡയറക്ഷൻ ആണ്. അതായത് നിങ്ങൾ രണ്ടുപേരും എങ്ങനെയൊക്കെയോ വന്ന് കൂട്ടിമുട്ടേണ്ട ആൾക്കാരായിരുന്നു, പക്ഷെ എവിടേക്കോ വെച്ചിട്ട് ഇതിലേതോ ഒരു പേഴ്സൺ മിസ്ഡയറക്റ്റ് ആക്കി കളഞ്ഞു. ഓക്കെ, അത് മേ ബി അത് സ്നേഹിച്ചുകൊണ്ടിരുന്നപ്പോൾ മേ ബി ഈ പേഴ്സൺ നിങ്ങളായിട്ട് ഇൻട്രാക്ഷന് വന്നപ്പോൾ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വന്നപ്പോൾ നിങ്ങൾ മേ ബി അവൈലബിൾ അല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ ആ പേഴ്സൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടത്ര ഇമ്പോർട്ടൻസ് തന്നില്ല. സംതിങ് ഇവിടെ ഒരു മിസ്ഡയറക്ഷൻ ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന ആ ഒരു കണക്ഷൻ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് ആക്കി എടുക്കാനായിട്ട് സാധിച്ചില്ല. മേ ബി നിങ്ങൾ രണ്ടുപേരും മാരീഡ് ആയിട്ട് വേറൊരു ലൈഫിലേക്ക് പോയപ്പോഴായിരിക്കണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എത്രത്തോളം വർത്തായിരുന്നു, എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എത്രത്തോളം നല്ല കപ്പിൾസ് ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ പോലും, അതായത് മാരീഡ് ഒന്നും അല്ല, നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആണെങ്കിൽ കൂടി ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് ഈ പേഴ്സൺ മേ ബി വിദേശത്തായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തായിരിക്കണം. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കണക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളെ കണക്റ്റഡ് ആക്കാനായിട്ട് അന്നേരത്ത് ആ ഒരു സമയം എന്ന് പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂണും അത്രത്തോളം അനുകൂലമല്ലാത്ത ഒരവസ്ഥ കാണിക്കുന്നുണ്ട്, പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ എനർജിയും കുറച്ച് ഡ്രെയിൻ ആയി പോയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ട് ഒരു കണ്ടിന്യൂവേഷൻ കിട്ടിയില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടിയില്ല. അവിടെ കംപ്ലീറ്റ്ലി ടോട്ടലി അവിടെ എതിരായിരുന്നു. അതായത് നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം, പല ചാൻസസും നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്കും ഈ പേഴ്സണും പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസും കിട്ടി. പക്ഷെ എങ്കിൽ പോലും എവിടേക്കോ ഇവിടെ നമ്മൾക്ക് റിവേഴ്സ് എനർജിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ അന്ന് ആ ഒരു സപ്പോർട്ടീവ് അല്ലാത്ത എനർജീസ് ഇന്ന് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ചുറ്റിനുമുള്ള എനർജീസ് ആയിരുന്നു. നിങ്ങളുടെ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആക്കി എടുക്കണം എന്നായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് അതൊരു കർമ്മ പോലെ നിങ്ങൾക്ക് ഈ പേഴ്സണെ കയ്യിൽ കിട്ടിയിട്ടും അത് മര്യാദക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരുന്ന ഒരവസ്ഥയിലോട്ടായി മാറി. അത് പലപ്പോഴും നിങ്ങളും ചിന്തിക്കുന്നുണ്ടാകാം, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും വിശ്വസിച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു ജേണി കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്കിത് അനുഭവിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു രീതിയിൽ ഈ പേഴ്സണും ചിന്തിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങളും ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒരുപാട് നിങ്ങൾക്ക് വരുന്നുണ്ട്. ബിക്കോസ് 3 ഓഫ് എയർ ആണ്. ബിക്കോസ് ഹിയർ വി ക്യാൻ സീ ദ ലേഡി ഈസ് ഓൺ എ സാഡ് ഫേസ്.
അതായത് വിഷമിക്കുന്ന ഒരു ഫേസിലാണ് ആ ലേഡി നിൽക്കുന്നത്. അതും തിരിഞ്ഞു നിൽക്കുകയാണ്. ബിക്കോസ് മേ ബി ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ള വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കണം. സോ നിങ്ങൾക്ക് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. ആൻഡ് ഓൾസോ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പാർട്ടിയെ ഫൈറ്റ് ചെയ്ത് വീഴ്ത്തണം, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടിയെ എടുത്തു മാറ്റിയിട്ട് ആ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണം, നിങ്ങളിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വേണം, നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ മുന്നിൽ ഒരു സ്ഥാനം വേണമെന്നുള്ള ചിന്ത നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അത് മേ ബി നിങ്ങൾക്ക് മുൻകൂട്ടി മേ ബി ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി വരും, അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് പോകുമെന്നുള്ളത് ഒരു പക്ഷേ മേ ബി നിങ്ങൾക്ക് നേരത്തെ സൂചന കിട്ടിയിട്ടുണ്ടാകണം. അത് പല രീതിയിലും, ബിക്കോസ് നമ്മൾക്ക് യൂണിവേഴ്സ് നല്ല രീതിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു ബാഡ് ഡ്രീംസിലൂടെ ആയിരിക്കാം, അതായത് മോശപ്പെട്ട സ്വപ്നം, ഈ പേഴ്സൺ വേറെ വ്യക്തിയെ കല്യാണം കഴിക്കുന്നതോ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കൂടെ പോകുന്നതോ, നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ പേഴ്സൺ പോകുന്നതോ, അത്തരത്തിലുള്ള ഡ്രീംസ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെയധികം പവർഫുൾ ആയിട്ട് കാണിക്കുന്നു. ഓക്കെ, പക്ഷേ ഒരു പാസ്റ്റ് ലൈഫ് ഇൻകംപ്ലീറ്റ് കർമ്മയായിട്ടാണ് കിടക്കുന്നത്. പാസ്റ്റ് ലൈഫ് ഇൻകംപ്ലീറ്റ് കർമ്മ എന്ന് പറയുമ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു സാഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. സോ അതങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് സംഭവിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഒരു പരിധിവരെ ഇവിടെ ഒരു തേർഡ് പാർട്ടി വന്ന് കയറി കൂടിയിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങളുടെ വിൽ പവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ലയൺ പവർ തന്നെയാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ലയൺ സ്ട്രെങ്ത് ആണ്. ബിക്കോസ് നിങ്ങൾക്ക് എത്ര വലിയ കാര്യങ്ങളെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ ഏഞ്ചൽസ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ പേഴ്സൺ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ ആ ഒരു വലയത്തിലായിപ്പോയി. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഹാപ്പി ഒന്നുമല്ല, സന്തോഷമായിട്ടൊന്നും ഇരിക്കുന്നില്ല. പക്ഷെ നിങ്ങളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല. ഓക്കെ, ഈ പേഴ്സൺ ഹാപ്പി ഒന്നുമല്ല, തേർഡ് പാർട്ടിയുടെ കൂടെ ആണെങ്കിൽ കൂടി അത് ഹാപ്പി ഒന്നുമല്ല. മേ ബി അത് ഗതികേട് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ സിറ്റുവേഷൻ ഈ പേഴ്സണെ അങ്ങനെ ആക്കിയതായിരിക്കണം. ഓക്കെ, മേ ബി ഈ പേഴ്സൺ കുറേ നാൾ നിങ്ങളുടെ പുറകെ നടന്നപ്പോൾ നിങ്ങൾ മേ ബി ഈ പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരിക്കാം. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മിസ്സായി പോയ ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾ എന്തൊക്കെയോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വെറുതെ ഇരിക്കുന്നൊന്നുമില്ല, നിങ്ങൾ എന്തൊക്കെയോ അട്രാക്ഷൻ ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളായിട്ട് സംസാരിക്കണം, നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഈ പേഴ്സണ് വരുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സണ് ഹാപ്പിനെസ് വർദ്ധിക്കുന്നുണ്ട്, അതായത് സന്തോഷം വർദ്ധിക്കുന്നുണ്ട്, മനസ്സിലൊരു ഉത്സാഹം, ഉന്മേഷം. മേ ബി ഡെയിലി നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ എവിടെയെങ്കിലും വരുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടേക്ക് ഈ പേഴ്സൺ മേ ബി വരാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നു. സോ ഇവിടെ ഒരു ബേസ് എന്ന് പറയുന്നത് മേ ബി നിങ്ങൾക്ക് ഈ പേഴ്സൺ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. നിങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഇന്നർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വി ഗോട്ട് ദ ലവർ, ദ ഹയറഫൻ കാർഡാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് പ്രാർത്ഥനയും മെഡിറ്റേഷനും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും റീസ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് കൂടുതലും സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാരീഡ് ആയി പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് നമുക്ക് എത്രത്തോളം ക്ലാരിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അത് ഓക്കെ, രണ്ടുപേർക്ക് ഫാമിലി ഉണ്ടെങ്കിൽ വി ഷുഡ് കൺസിഡർ ദാറ്റ് ഫാമിലി അല്ലേ. പക്ഷേ നിങ്ങൾ രണ്ടുപേരും മാരീഡ് ആയിട്ടില്ല, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല, പകരം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ എക്സ് ബാക്ക് സിറ്റുവേഷൻ, നിങ്ങളുടെ മുൻ കാമുകനോ കാമുകിയോ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തേക്ക് വന്നു. സോ അവർ സെറ്റായി, നിങ്ങൾ പുറത്തായി. സോ ആ ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിലും ഒരു പരിധിവരെ നിങ്ങൾക്ക് ഈ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ബിക്കോസ് നമ്മൾക്ക് വി ഗോട്ട് ദ ലവ് കാർഡാണ്. ആൻഡ് ഓൾസോ ദ 2 കാർഡ്സ് ആർ ഓൾവേസ് ഡിനോട്ടിങ് ദ ലയൺ പവർ എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല. ബിക്കോസ് അത് നിങ്ങളുടെ പവറിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണെ നിങ്ങളുടെ പക്കലിലേക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിനെയാണ് ഇവിടെ ശക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ടയേർഡാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ പോസിബിൾ അല്ല, ഇംപോസിബിൾ ആണ് എന്ന് പറയുന്നതിൽ ഒരു കാര്യവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് കാർഡ്സ് കാണിക്കുന്നത്. ഓക്കെ, സോ ഈ പേഴ്സൺ എന്ന് പറയുന്നത്
ഒരു ഒരു കറക്റ്റ് ഒരു സിറ്റുവേഷൻ വരാനായിട്ട് നോക്കിയിരിക്കുകയാണ്. ബിക്കോസ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് ഈ പേഴ്സൺ ഹാപ്പി അല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബട്ട് ഈ പേഴ്സൺ നിങ്ങളായിട്ട് ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ്. ബിക്കോസ് നിങ്ങളായിട്ട് മേ ബി ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അമിതമായിട്ട് നിങ്ങൾ ആ പേഴ്സണെ ശല്യപ്പെടുത്തണ്ട. ബട്ട് ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കളയണ്ട. ഓക്കെ, ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ എന്തെങ്കിലും അട്രാക്ഷൻ ടെക്നിക്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വർക്കൗട്ട് ആയി തുടങ്ങിയിരിക്കുന്നു. ആൻഡ് ഓൾസോ ഈ പേഴ്സണ് ചെറിയ രീതിയിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ പേഴ്സൺ എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതിനെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഐ മീൻ ഇവിടെ ഒരു എക്സ്ബാക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രപ്പോസലായിട്ട് വേറെ പ്രപ്പോസൽസ് വന്നു, സോ കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിയെ റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെയാണ് 100% നമ്മൾക്ക് ഫൈനൽ ഔട്ട്കം ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ബിക്കോസ് 10 ഓഫ് എയർ ആണ്. ഓക്കെ, അത് വളരെ ഐ മീൻ 10 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 10 മീൻസ് എന്താണ്? കംപ്ലീഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ബട്ട് യു ഷുഡ് ഡു ദ ഇന്നർ വർക്ക്. യു ഷുഡ് ഇംപ്രൂവ് യുവർ സ്ട്രെങ്ത് ആൻഡ് ഓൾസോ ലൈക്ക് എ ഫയർ. മേ ബി ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് ആയിരിക്കാം, അല്ലെങ്കിൽ അക്വേറിയസ്, ലിബ്ര, ജെമിനി. ഓക്കെ, ഈ ഒരു സൈനാണ് നമുക്ക് കൂടുതലും കാണാനായിട്ട് പറ്റുന്നത്. സോ അത് കുറച്ചും കൂടെ നിങ്ങളുടെ ആ ഒരു കുറച്ചും കൂടി സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആകണം. നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയണം. ഓക്കെ, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസണേറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.